നമസ്കാരം. ഞാൻ ഇന്ന് നമ്മളുടെ കല്ലടയിലെ ഹൃദയഭാഗമായിട്ടുള്ള നമ്മുടെ ചിറ്റുമലയിലെ ഒരു ചെറവരമ്പിലാണ്. അപ്പോൾ നമ്മുടെ ഈ ചിറ്റുമലയിലെ ചെറവരമ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ആ ഒരു പച്ചപ്പും പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യവും പ്രകൃതിയുടെ ആ ഒരു ശാന്തതയൊക്കെ നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കല്ലടയിലെ ആ ഒരു ചിറ്റുമലയിലെ ആ ഒരു ചെറവരമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറവരമ്പിലൂടെയൊക്കെ നേരത്തെ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ കാടൊക്കെ കയറി ഇങ്ങനെ മൂടി കിടന്നിരുന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ചിറ്റുമല അമ്പലത്തിൽ ആ ഒരു ഉത്സവമൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ചിറ്റുമലയിലെ ചെറവരമ്പൊക്കെ ഇപ്പം വൃത്തിയാക്കി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ കല്ലടക്കാർക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ ബൈക്കിലൊക്കെ ആ ഒരു ചെറവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ പിള്ളേരെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ രാവിലെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ്, നമുക്ക് മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അനുഭവമാണത്. അപ്പം നമുക്കിന്ന് ആ ഒരു ചെറവരമ്പിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചിറ്റുമല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വ്യൂവിലാണ് കേട്ടോ. അപ്പം അവിടെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കിന് ആ ഒരു ചുറ്റും ആ ഒരു പരന്ന് നിൽക്കുന്ന ആ ഒരു വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ മങ്ങലായി ഇങ്ങനെ വീണ്ടിരിക്കുന്ന ആ ഒരു മൂടൽ മഞ്ഞിനും ഒക്കെ ഇടയിലൂടെ സൂര്യൻ ഇങ്ങനെ ഉയർന്നിങ്ങനെ വരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ആ ഒരു ചിറ്റുമല അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ചിറ്റുമല അമ്പലത്തിൻ്റെ ആ ഒരു താഴെ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ശാന്തത നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു വരമ്പിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ചെറിയൊരു തടയണയും അതേപോലെ തന്നെ മൃദുവായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദവും ഒക്കെ ഈ യാത്രയുടെ ആ ഒരു ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന നല്ല ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്തിങ്ങനെ പരന്ന് കിടക്കുന്ന ആ ഒരു വെള്ളവും മഞ്ഞിൻ്റെ ആ ഒരു നേരിയ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പ്രകൃതിയും ഒക്കെ നമ്മളെ വേറെ ഏതോ ഒരു ലോകത്ത് നമ്മൾ പോകുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കും. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ആ ഒരു വെള്ളത്തിൽ പതിഞ്ഞ ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രതിബിംബങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരമ്പിലൂടെ നമ്മൾ പോകുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മൾ വാക്കുകളിലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിന് നമുക്കിങ്ങനെ ഇടയ്ക്കിടെ കാണപ്പെടുന്ന ഒരു കൊക്കുകളും ചെറിയ ചെറിയ പക്ഷികളും നിശബ്ദമായിട്ടിങ്ങനെ വെള്ളത്തിലിരുന്ന് ഇരപിടിക്കുന്ന ഒരു കൊക്കുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു സകനവും സൗന്ദര്യവും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ചെറവരമ്പിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു പുതു ഊർജം നൽകുന്ന ഒരനുഭവമാണ്. നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സുന്ദര നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ലളിതമായ ഒരു സന്തോഷങ്ങളൊക്കെ നമ്മെ തിരിച്ചറിയുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. നമ്മളിതിലെ പോകുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു വരമ്പിൻ്റെ ഇരുവശത്തും കാണപ്പെടുന്ന ആ ഒരു നിശബ്ദമായി നിൽക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടങ്ങളും അവിടെ നിന്ന് പറന്നുയരുന്ന ആ ഒരു ദേശാടന പക്ഷികളും അവയുടെ ആ ഒരു ശബ്ദങ്ങളും ഒക്കെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തണ്ടി കാണുന്നതെന്ന് പറയുന്നത് ദേശാടന പക്ഷികളാണ് കേട്ടോ. ഇത് ഒരുപാട് ദേശാടന പക്ഷികളെയും പല തരത്തിലുള്ള കൊക്കുകളെയും ഒക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ചെറവരമ്പിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പകുതി ദൂരത്തോളം നമ്മൾ അവിടുന്ന് വന്ന് നമ്മളിങ്ങനെ ചെറുവരമ്പിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് മതിലകം ഭാഗത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചിറയുടെ ആ ഒരു സൗന്ദര്യം വളരെ മനോഹരമാണ് കേട്ടോ. നമ്മുടെ കല്ലടയിലുള്ളവരൊക്കെ ഈ ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പോകുന്നത് നമ്മുടെ ആ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പ്രയോജനപ്പെടും. നമ്മളെ പിള്ളേരെയും നമുക്ക് ഉള്ളവരെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു മതിലം ഭാഗത്ത് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടോ. വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് രാവിലെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ വയലിൽ ഇങ്ങനെ കൊക്കുകളൊക്കെ പലതരത്തിലുള്ള കൊക്കുകൾ അവിടെ ഇരിക്കുന്ന ഒരു കൊക്കെന്ന് പറയുന്നത് ഭയങ്കര നീളമുള്ളൊരു കൊക്കാണ് കേട്ടോ. വളരെ അപൂർവമായിട്ടൊക്കെ നമുക്ക് കാണപ്പെടുന്ന ഒരു കൊക്കാണത്.
അപ്പോൾ നമ്മൾ ദാണ്ടെ അതിലേ നമ്മൾ കറങ്ങി നമ്മൾ ദാണ്ടെ നമ്മുടെ ചുറ്റുമല ചെറുപറമ്പിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ദാണ്ടെ മതിലങ്ങ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയാണ് ആ ഒരു ചിറയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സൗന്ദര്യമുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലമുള്ളത് ഇവിടൊക്കെയാണ്. അപ്പം ദാണ്ടെ നമ്മൾ ദാണ്ടെ ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. ഈ മാവിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഗ്രാമീണ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.